കണ്ണൂർ പിലാത്തറയിലെ വാഹനം തട്ടിക്കൊണ്ടുപോയുള്ള സ്വർണ്ണ കവർച്ചയിൽ 2 പ്രതികൾ കൂടി പിടിയിൽ. മട്ടന്നൂർ സ്വദേശികളായ സൗരവ് സുനി, ജ്യോതിഷ് വി എന്നിവരാണ് പിടിയിലായത്. ഇതോടെ സംഭവത്തിൽ പിടിയിലായവരുടെ എണ്ണം 6 ആയി. ജൂൺ 2-ാം തീയതി പയ്യന്നൂരിൽ വെച്ച് സ്വർണ്ണ വ്യാപാരിയെയും കുടുംബത്തെയും ആക്രമിച്ച് കാർ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്ന കേസിലാണ് 2 പ്രതികൾ കൂടി പിടിയിലായിരിക്കുന്നത്. ഇരിട്ടി കൂട്ടുപുഴ വഴി കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് സൗരവ് സുനിയും ജ്യോതിഷ് വിവിയും കണ്ണൂർ റൂറൽ SP പ്രത്യേക സ്ക്വാഡിന്റെ പിടിയിലാകുന്നത്. സംഭവത്തിൽ നേരത്തെ പിടിയിലായ 4 കൂട്ടുപ്രതികളിൽ നിന്ന് വിവരം പോലീസിന് ലഭിക്കുമെന്ന് ഉറപ്പായതോടെയാണ് 2 പ്രതികളും കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. 5-ാം പീടിക സ്വദേശി സനു സന്തോഷ് കർണാടക അതിർത്തിയായ ഉപ്പളയിൽ വെച്ച് പിടിയിലായിരുന്നു. പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മാലൂർ കുണ്ടേരി പൊയിലിലെ അശ്വന്ത്, കണ്ണപുരം ചെറുകുന്ന് പൂങ്കാവിലെ കുട്ടൻ എന്ന ജിജിൽ, ചൊക്ലി നെടുമ്പ്രത്തെ അഭിനവ് എന്നിവരാണ് നേരത്തെ പിടിയിലായത്. മഹാരാഷ്ട്രയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് വരികയായിരുന്ന കുമാർ ജലന്ധർ നിഗം, ഭാര്യ, 2 കുട്ടികൾ, ഡ്രൈവർ എന്നിവർ സഞ്ചരിച്ച കാർ സംഘം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 30 പവനോളം സ്വർണവും 1.5 കോടിയോളം രൂപയുമാണ് കൊള്ളയടിച്ചത്. തട്ടിയെടുത്ത കാർ പിന്നീട് പിലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപമുള്ള ജനവാസമില്ലാത്ത പ്രദേശത്ത് തകർത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ന്യൂസ് മലയാളം, കണ്ണൂർ.